നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ആഹ്ലാദം അതിരുവിട്ടു. പ്രവാസികളെ ജോലിയിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ച കമ്പനികൾ. അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പ്രവാസികളെ ജോലിയിൽ നിന്ന് കൂട്ടത്തോടെ പിരിച്ചുവിട്ടു. കുവൈത്തിൽ നിന്ന് 9 ഇന്ത്യക്കാരെയാണ് 2 കമ്പനികൾ ജോലിയിൽ നിന്ന് പുറത്താക്കി തിരികെ നാട്ടിലേക്ക് പറഞ്ഞയച്ചത്. കഴിഞ്ഞ ദിവസം ഇവർ ജോലി സ്ഥലത്ത് ആഹ്ലാദം പ്രകടിപ്പിച്ച് മധുര വിതരണം നടത്തിയിരുന്നു. തുടർന്ന് ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ തിങ്കളാഴ്ചയാണ് രാംലല്ല വിഗ്രഹം സ്ഥാപിച്ചത്. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ കാർമ്മികനായി. RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, രാമക്ഷേത്ര ട്രസ്റ്റ് മേധാവി മഹന്ത് നൃത്യഗോപാൽ ദാസ്, കാശിയിലെ മുഖ്യ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ കുറ്റത്തിന് സൗദി അറേബ്യയിലെ ഒരു സ്വകാര്യ സ്കൂളിൽ ജോലി ചെയ്യുന്ന പ്രവാസി അധ്യാപകനെ പിരിച്ചുവിട്ടു. തുടരന്വേഷണത്തിന് കേസ് ബന്ധപ്പെട്ട അധികാരികൾക്ക് റഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സൗദി ക്ലബിനെ പിന്തുണയ്ക്കുന്നവർക്കും സ്പോർട്സ് കമന്റേറ്റർക്കും എതിരെ അപമാനകരവും അനുചിതവുമായ പദപ്രയോഗങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് നടപടി. അധ്യാപകൻ സമൂഹ മാധ്യമത്തിലെ തന്റെ സ്വകാര്യ അക്കൗണ്ടിൽ എഴുതിയ കുറിപ്പാണ് പരാതിക്ക് ഇടയാക്കിയത്. തുടർന്ന് സ്വകാര്യ സ്കൂളുകളുടെ ചുമതലയുള്ള അധികൃതർ ജീവനക്കാരനെതിരെ നടപടി സ്വീകരിക്കുകയായിരുന്നു. അത്തരം പെരുമാറ്റങ്ങളും അധിക്ഷേപങ്ങളും അംഗീകരിക്കാനാവില്ലെന്നും ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്നും സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ പ്രസ്താവന പുറപ്പെടുവിച്ചു. അധ്യാപകന്റെ പൗരത്വമോ ക്ലബിന്റെ പേരോ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ മാസങ്ങളിൽ സൗദി അധികൃതർ നിരവധി സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. കുടുംബ മൂല്യങ്ങൾക്ക് ഹാനികരമെന്ന് കരുതുന്ന പരാമർശങ്ങളുടെ പേരിൽ കഴിഞ്ഞയാഴ്ച ഒരു ഓൺലൈൻ സെലിബ്രിറ്റിക്ക് 1 ലക്ഷം റിയാൽ പിഴ ചുമത്തുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. കുടുംബ ബന്ധങ്ങളുടെ നാശത്തിന് പ്രേരിപ്പിക്കുന്ന അനുചിതമായ പദപ്രയോഗങ്ങൾ നടത്തിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ യുവതിക്കെതിരെ മീഡിയ റെഗുലേഷൻ ജനറൽ അതോറിറ്റിയാണ് നടപടി സ്വീകരിച്ചത്. സെലിബ്രിറ്റിയുടെ പേര് അതോറിറ്റി വെളിപ്പെടുത്തിയില്ലെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററായ അസ്മ അൽ സയാരിയാണ് നടപടി നേരിട്ടതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതിശ്രുത വധുവിനെയും കൂട്ടി പുറത്തു പോകുന്ന പുരുഷന്മാർ, അമിതമായ അസൂയ, പണം ലാഭിക്കുന്ന കോംബോ ഭക്ഷണം ഓർഡർ ചെയ്യൽ തുടങ്ങി ഏതാനും കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് യുവതി വീഡിയോയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഫോളോവേഴ്സ് വർദ്ധിപ്പിക്കുന്നതിനായി പോലീസിനെ അനുകരിച്ച് വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് സെപ്റ്റംബറിൽ 2 പ്രവാസികൾ ഉൾപ്പെടെ 7 പേർ റിയാദിൽ അറസ്റ്റിലായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ അധാർമികവും അപകീർത്തികരവുമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്തതിന് ഒരു സ്നാപ്ചാറ്റ് ഉപയോക്താവിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.